പാഠം 438. ധോണിയിൽ നിന്നും മമ്മൂട്ടിയിലൂടെ ഒബാമയിലേക്ക്. മോനട്ടെ ചായ. ഇത് കണ്ടു ഭാമേ, നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ വർഷാവർഷം സമ്പാദിക്കുന്നത് എത്ര കോടി രൂപയാണെന്ന്. ആളുകൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് ക്രിക്കറ്റ് താരങ്ങളുടെ പിറകെ അങ്ങ് നടക്കുക. മോഹനേട്ടാ, അത് നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളുടെ മാത്രം കാര്യമല്ല, ലോകം മുഴുവനുമുള്ള കളിക്കാർക്ക് അങ്ങനെ പണം കിട്ടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും അർഹതയുള്ളവർക്കല്ല പണം കിട്ടുന്നത്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് കാര്യമെടുക്കാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ മന്ത്രിമാർ. അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? നിസ്സാര പണം. ഒരു മഹാരാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്ന മന്ത്രിമാർക്ക് ചെറിയ ശമ്പളം. ക്രിക്കറ്റും കളിച്ച് നടക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപ പ്രതിഫലം. ഇത് എവിടുത്തെ ന്യായം? ഇതാണ് ന്യായം. ഓരോ കാര്യങ്ങൾ എത്ര ജനപ്രിയമാകുന്നു അത്രയും കൂടുതൽ പൈസ കിട്ടും. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും അങ്ങനെയാണ്. ഇവിടെ സച്ചിനും ധോണി, യുവരാജ് സിംഗും ഒക്കെ പണം വാങ്ങുന്ന പോലെ നെയ്മറും മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കാശ് വാങ്ങുന്നുണ്ട്. മോഹനേട്ടന് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം മോഹനേട്ടൻ ഒരു സാധാ വില്ലേജ് ഓഫീസറാണ്. 1634 വില്ലേജ് ഓഫീസർമാരിൽ ഒരാൾ. മാസാമാസം സർക്കാർ തരുന്ന നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് കഷ്ടിച്ച് ജീവിക്കുന്ന ഒരു ക്ലാർക്ക്. ധോണി ധോണിയാണ്, ക്ലാർക്ക് ക്ലാർക്കും. ബൈച്ചോ. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കളിയാണ്. കളി എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോ? കളി എന്ന് പറഞ്ഞാൽ വെറും കളി. പക്ഷേ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കളിയല്ല, കാര്യമാണ്. കളിക്കാൻ ആർക്കും പറ്റും. പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോഴോ? എങ്കിൽ പിന്നെ മോഹനേട്ടൻ എന്തിനാണ് ഇത്രയും പാടുള്ള ഈ വില്ലേജ് ഓഫീസർ ഉദ്യോഗത്തിന് ഇറങ്ങിയത്? ചെറുപ്പത്തിലെ ക്രിക്കറ്റ് ഫുട്ബോളോ എല്ലാം കളിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എത്രമാത്രം കാശുണ്ടാകുമായിരുന്നു. ഇതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. നീ എല്ലാ കാര്യങ്ങളും അളക്കുന്നത് കാശിന്റെ കാര്യത്തിലാണ്. ഭാമേ, ലോകത്തെ ഏറ്റവും വലിയ കാര്യം കാശല്ല. ഉദാഹരണത്തിന് ഈ ക്രിക്കറ്റ് കളി ഒരു ദിവസം അങ്ങ് ഇല്ലാതായി പോയത് കരുതുക. ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂ? ക്രിക്കറ്റ് കളിച്ച് ജീവിക്കുന്നവർക്ക് ജോലി ഇല്ലാതാവും. അവര് വേറെ വലിയ ജോലിക്ക് പോയിട്ട് വരും, അത്രേ ഉള്ളൂ. അതേസമയം വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കായിരുന്നാലോ? കരമടയ്ക്കാൻ എവിടെ പോവും? കരമടയ്ക്കണ്ടെന്ന് വെക്കണം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആര് തരും? എന്തിന്? മോഹനേട്ടൻ ഈ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് തോന്നും. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണ്. വിശക്കുമ്പോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പുഴുങ്ങി തിന്നാ മതിയോ? മോഹനേട്ടാ, അവരവരുടെ ജോലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പലർക്കും തോന്നും. താനില്ലെങ്കിൽ ഈ ലോകത്തിന്റെ കാര്യം പോക്കാണെന്ന് കരുതുന്നവര് മണ്ടന്മാരാണ്. മച്ചിലെഴിഞ്ഞു നടക്കുന്ന പല്ലി കരുതുന്നത് ഞാനാണ് ഈ മച്ചിനെ താങ്ങി നിർത്തുന്നത് എന്നാണ്. അത് വിവരക്കേടല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും വില്ലേജ് ഓഫീസിന് അത്ര വലുതല്ല ക്രിക്കറ്റ് കളിക്കാര്. ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നതിന് മുന്നേ മനുഷ്യരുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസ് ഇല്ല എന്ന കാരണത്താൽ അന്നൊന്നും ഈ ലോകത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ മോഹനേട്ടന് ജോലി കിട്ടുന്നതിന് മുന്നേ വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു. മോഹനേട്ടൻ റിട്ടയർ ചെയ്താലും വില്ലേജ് ഓഫീസ് അവിടെ തന്നെ കാണൂ. ഈ ക്രിക്കറ്റ് കളി കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. അതോ? അതില്ലെന്ന് ആരാ പറഞ്ഞത്? പക്ഷേ മനുഷ്യനുണ്ടായ കാലം മുതലേ വിനോദങ്ങൾക്കായി ഇങ്ങനെ ഓരോരോ കളികൾ അവർ ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ ക്രിക്കറ്റ് ഫുട്ബോളും അതിന്റെ പുതിയ രൂപങ്ങളാണ്. ആളുകൾ അത് ആസ്വദിക്കുന്നത് കൊണ്ടാണ് സ്പോർട്സ് താരങ്ങൾക്ക് ഇത്ര ജനപ്രീതി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ തന്നെ ധോണിയൊക്കെ ആരാ ഇഷ്ടപ്പെടാത്തത്? സത്യം പറഞ്ഞാൽ ആണുങ്ങൾ ഇങ്ങനെയായിരിക്കണം. ഒത്ത ഉയരം, ആവശ്യത്തിന് തടി. ക്രിക്കറ്റ് കളിയിൽ ലോകത്ത് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രതിഭയുണ്ടോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ ബഹളമുണ്ടാക്കാതെ ആത്മനിയന്ത്രണത്തോടെ അത് കൈകാര്യം ചെയ്യുന്നതൊന്ന് കാണണം. ധോണിയുടെ സ്ഥാനത്ത് മോഹനേട്ടനായിരുന്നെങ്കിൽ ഒരു കളി നോക്കുമ്പോൾ പോലെ എന്ത് ചെയ്തേനെ? ആദ്യം സ്വന്തം ടീമിലുള്ളവരെ വിരട്ടും. അത് കഴിഞ്ഞ് എതിർ ടീമിലുള്ളവരോട് ന്യായം പറയാൻ പോകും. അത് കഴിഞ്ഞ് അമ്പയറുടെ പന്തയ്ക്ക് വിളിക്കും, ഇല്ലേ? അതൊക്കെ നമ്മൾ ധോണിയെ കണ്ട് പഠിക്കണം. കളിക്കളത്തിൽ ഇത്രയ്ക്ക് ക്ഷമയും നിയന്ത്രണമാണെങ്കിൽ വീട്ടിൽ അതിലും ഭേദമായിരിക്കില്ലേ? സാമ്പാറിൽ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞ് ഭാര്യ എന്തായാലും വിരട്ടാൻ പോവില്ല. അതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ആരും കൊതിച്ചു പോകും.
അതിനൊക്കെ ഒരു യോഗം വേണേ. ആ, ശോ. ഹലോ, അതെ സത്യഭാമിയാണ്. ആ ഇന്ദുലേഖ, ഞാൻ വിദ്യാലക്ഷ്മിയോട് പറഞ്ഞിരുന്നല്ലോ രാവിലെ ഓഫീസിലേക്ക് വരാൻ. പേടിക്കാനൊന്നുമില്ല. ഒരു 10:30 ആകുമ്പോഴേക്കും അങ്ങോട്ട് വന്നാൽ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിയോളാം. ആ പിന്നെ വരുമ്പോ കൊണ്ടുവരേണ്ട കടലാസിനെ പറ്റിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ വന്നതിന് ശേഷം അതില്ല ഇതില്ലാന്നൊന്നും പറയല്ലേ. ആ ശരി. ആ ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു കക്ഷിയാ. മുനിസിപ്പൽ ഓഫീസിലെ ജോലി, വസ്തുറക്കം ആങ്ങളെയുമായിട്ട്. നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? കല്യാണം കഴിക്കുകയാണെങ്കിൽ ധോണിയെ പോലെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന്. എന്താ അർത്ഥം? മനസ്സിലായില്ലേ? ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, സുന്ദരൻ, കയ്യിൽ ആവശ്യം പോലെ കാശ്, ആത്മസംയമനത്തോടെ പെരുമാറാൻ അറിയാം. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ്? കല്യാണമാകുമ്പോ ഞാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ, ധോണി കൂടി തീരുമാനിക്കട്ടെ. ഉത്തമനാണല്ലോ. ആ ശബ്ദം കേട്ടല്ലറിയാം പുതിയ ഏതോ കേസാണെന്ന്. നമസ്കാരം. എന്താ ഉത്തമ? വക്കീൽ അറിഞ്ഞാണല്ലോ, ആ ശിവക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് കിടക്കുന്ന 1.5 ഏക്കർ സ്ഥലത്ത് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ച കാര്യം. നാട്ടിലുള്ള പിള്ളേര് കാലാകാലങ്ങളായി ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്ന മൈതാനമാണത്. എന്തെങ്കിലും സാംസ്കാരിക സമ്മേളനമൊക്കെ നടക്കുമ്പോൾ സ്റ്റേജ് കെട്ടുന്നതും അവിടെ തന്നെയാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നാൽ എല്ലാം പോകും. അതുകൊണ്ട് നമസ്കാരം സാർ. അതുകൊണ്ട് നാട്ടുകാരെല്ലാരും കൂടെ കൂടി ഒരു പൗരസമിതി രൂപീകരിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സിനെതിരെ സമരം തുടങ്ങാൻ പോവുകയാണ്. സർക്കാർ സ്കൂളിലെ ചന്ദ്രസേന സാറാണ് ഈ പൗരസമിതിയുടെ കൺവീനർ. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ കോടതി പോവാൻ പറ്റുമോ എന്ന് എന്റെ അടുത്ത് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതിനെന്താ ഉത്തമ പ്രശ്നം? നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയേണ്ട കാര്യം എന്താണ് ഈ പഞ്ചായത്തിന്? അത് മാത്രമല്ല, കാലാകാലങ്ങളായി കുട്ടികൾ കളിക്കുന്ന മൈതാനമല്ലേ അത്. അത് മണ്ണിട്ട് ഉയർത്തി ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാന്ന് വെച്ചാ ഉത്തമ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കോടതിയിലേക്ക് പോകുന്ന നിങ്ങളുടെ സ്വഭാവമാണ് കുഴപ്പം. ഈ പ്രശ്നത്തിന് കോടതിയും വേണ്ട, വൈക്കോലും വേണ്ട. ആ മൈതാനം മണ്ണിട്ട് നികത്തണമെങ്കിൽ തഹസീൽദാരുടെ അനുവാദം വേണം. ആ അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. വെറുതെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് കണ്ട വൈക്കോലന്മാർക്ക് കൊടുക്കേണ്ട കാര്യം എന്താണ്? അത് കൊള്ളാം. ഞാൻ വക്കീലൊരു കേസുമായിട്ട് വന്നപ്പോ സാറായിട്ടത് മുടക്കുകയാണല്ലോ. എങ്ങനെ മുടക്കാതിരിക്കും? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ധോണി കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു പോയതിന്റെ ദേഷ്യത്തിലിരിക്കല്ലേ വില്ലേജ് ഓഫീസർ. ഉത്തമന് ക്രിക്കറ്റ് കളി കാണാറുണ്ടോ? പിന്നെ എനിക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയുടെ സകല കളികളും കണ്ടിരിക്കും. ധോണിയെ പറ്റി എന്താണ് അഭിപ്രായം? ധോണിയെ പറ്റി ഭയങ്കര അഭിപ്രായല്ലേ? സത്യം പറഞ്ഞ ഇത്രയും കഴിവുള്ള ഒരു ക്യാപ്റ്റൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ധോണി ആളൊരു പുലി തന്നെയാണ്. അതെ, കേട്ടല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ധോണിയെ പറ്റിയുള്ള അഭിപ്രായം. സാറേ ഉള്ളത് പറയാലോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളി പഠിക്കാത്തത് ഭയങ്കര അബദ്ധമായി പോയി. അന്ന് കളിക്കാൻ നടക്കുന്ന പിള്ളേരെ കാർന്നോമാര് പറയുന്ന കേട്ടിട്ടില്ലേ, പോയിരുന്നു പഠിയടാ എന്നും പറഞ്ഞോണ്ട്. പക്ഷെ ഇപ്പൊ അതാണ് അവസ്ഥ. വെറുതെ പുസ്തകം തുറന്നു വെച്ച് നേരം കളയാതെ പോയി കളിച്ച് 10 കാശുണ്ടാക്കാൻ നോക്കട എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത് മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ ടീമിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഭാവി നന്നാവൂലേ? നാടിനതൊരു അഭിമാനമാവും. ഓഹോ, അപ്പൊ അതിനാണ് ഷോപ്പിംഗ് കോംപ്ലക്സിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ പൗരസമിതിയുടെ പരാതിയിൽ കളക്ടർ റിപ്പോർട്ട് ചോദിക്കുമ്പോ അവിടെ മൈതാനം നികത്തുന്നതിൽ ഒരു കുഴപ്പവും എന്ന് ഞാൻ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും. പഠിക്കേണ്ട സമയത്ത് പിള്ളേർക്ക് കളിക്കാൻ സർക്കാരായിട്ട് സ്ഥലം കൊടുക്കേണ്ട കാര്യം എന്താണ്? അല്ല സാർ. ഉത്തമ, ചന്ദ്രസേന സാറിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഇത്തിരി മാറും സാറേ. ഇതുപോലത്തെ നിസ്സാര കാര്യങ്ങളിൽ വെറുതെ വഴക്കുണ്ടാക്കുന്ന എന്തിനാണ്? ധോണി ഒരു നല്ല കളിക്കാരനല്ലേ വക്കീല് പറഞ്ഞോളൂ. ആര് പറഞ്ഞു? വില്ലേജ് ഓഫീസിനേക്കാൾ വലുത് ക്രിക്കറ്റിലാണെന്ന് പറഞ്ഞു. ധോണിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അവൾ എന്നോട് പറഞ്ഞു. എന്റെ സ്ഥാനത്ത് ഉത്തമനാണ് എന്ന് പറയും. അല്ല, അത്രയൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് മോശമായി. എന്തായാലും സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി വേറൊരു പുരുഷനെ കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ പറയാന്ന് വെച്ചാ
ഉവ് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ വിദ്യാലക്ഷ്മി? മോഹനോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ആ, ഞാനിപ്പോ ഇക്കാര്യം പറയുകയാണെങ്കിൽ ഒരു സിനിമ കാണാൻ മൊത്തം ചെലവാകുന്ന കാശിന്റെ കണക്കുമായിട്ട് വരും. ആ കണക്ക് കേൾക്കുന്നതിനെക്കാട്ടിലും നല്ലത് സിനിമ കാണണ്ട എന്ന് വിചാരിക്കുന്നതാണ്. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇന്നത്തെ മോഡലിൽ സമ്മതിക്കാൻ വഴിയില്ല. എന്നാലും ശരി, 10 മണിക്ക് കാണാം. മോഹനയുടെ വിദ്യാലക്ഷ്മി ആയിരുന്നു. യമുന തിയേറ്ററിൽ പുതിയ മമ്മൂട്ടി പടം വന്നിരിക്കുന്നു. വിദ്യ ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് പോയി. നല്ല സിനിമയാണെന്ന് പറഞ്ഞത്. മറ്റന്നാള് നമുക്കും പോയാലോ? ഞായറാഴ്ചയല്ലേ? നമ്മളൊരു കാര്യത്തിന് വേണ്ടി കാശ് മുടക്കുമ്പോ അതിന് ഗുണമുണ്ടാവണം. ഒരു സിനിമ കാണാൻ ഈ കാലത്ത് എത്രയാ ചെലവ്? അത്രയും കാശ് മുടക്കി ഒരു സിനിമയ്ക്ക് പോകുമ്പോ അത് നല്ല സിനിമയാണ് എന്ന് ഉറപ്പുവരുത്തണം. നല്ല സിനിമയാണ് വിദ്യാലക്ഷ്മി പറഞ്ഞു. വിദ്യാലക്ഷ്മിക്ക് സിനിമയെ പറ്റി എന്തറിയാം? ഒന്നും അറിയില്ല. എന്തായാലും മമ്മൂട്ടിയുടെ സിനിമയല്ലേ, അതെങ്ങനെയാ മോശമാവുന്നേ? ഇനിയിപ്പോ സിനിമ ഇത്തിരി മോശമായാലും 2.5 മണിക്കൂർ മമ്മൂട്ടി കണ്ടോണ്ടിരിക്കാലോ. ആണുങ്ങളായാൽ മമ്മൂട്ടിയെ പോലെ വേണം. എന്തൊരു ഗാംഭീര്യ മുഖത്ത്, എന്തൊരു ശബ്ദാണ്. സത്യം പറഞ്ഞാൽ വടക്കൻ വീരഗാഥയിലെ ചന്തവും ആവനാടിൽ ഇൻസ്പെക്ടർ ബൽറാമും ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ മമ്മൂട്ടി സ്വപ്നം കണ്ടോ? എന്തിന് സ്വപ്നം കാണുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണോ മോനട്ടാ? നമുക്ക് ഇഷ്ടമുള്ളവരുടെ മുഖങ്ങൾ നമ്മുടെ അപബോധ മനസ്സിൽ ഇങ്ങനെയും കിടക്കും. സ്വപ്നത്തിൽ അതൊക്കെ ഇങ്ങനെ പുറത്തു വരും. അപ്പം മമ്മൂട്ടിയെ നിനക്കിഷ്ടമാണ്? എന്താണ് അതിൽ സംശയം? നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാന്മാരായ കലാകാരന്മാരിൽ ഒരാൾ, ലക്ഷക്കണക്കിന് ആരാധകർ, ഒരു സിനിമയ്ക്ക് കോടിക്കണക്കിന് രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അതിൽ എന്താ തെറ്റ്? മമ്മൂട്ടിയെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഇതെന്ത് ചോദ്യ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 80% പെണ്ണുങ്ങളും മമ്മൂട്ടി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അതിനുള്ള യോഗവും എനിക്കില്ലാതെ പോയി. അടുത്ത ജന്മത്തിലെങ്കിലും അതുപോലൊരു ഭർത്താവിനെ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? എന്താ ഇവരുടെ ഉദ്ദേശം? നീ ആദ്യം പറഞ്ഞു ധോണിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന്. നിനക്ക് ധോണിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഇപ്പൊ നീ പറയുന്നു മമ്മൂട്ടി ഭയങ്കര സംഭവമാണെന്ന്. മമ്മൂട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത് നിനക്ക് വലിയ നഷ്ടമായി പോയെന്ന്. നിനക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കണം തോന്നിയായിരുന്നോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയ വേറെ ആളുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. ആള് കാഴ്ചയിൽ ഇത്തിരി കറുത്തതാണെങ്കിലും ഒരു മഹാസംഭവല്ലേ മോനട്ടാ? തീരെ ചെറിയ പ്രായത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായി. ലോകം മുഴുവൻ എന്തുമാത്രം ആരാധകരാ ഒബാമയ്ക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും വലിയ ആളുകളുടെയൊക്കെ ഭാര്യയാവണമെങ്കിൽ ഭാഗ്യം തന്നെ വേണം. ചുരുക്കത്തിൽ നിനക്ക് എന്നേക്കാൾ ഇഷ്ടം ഒബാമയെയും മമ്മൂട്ടിയെയും ധോണിയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യം നടന്നാൽ മതി. എന്റെ മിണ്ടാ പോലും വരരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒബാമയോ മമ്മൂട്ടിയോ ധോണിയോ ഒക്കെ ആയിരുന്നു ഭർത്താവെങ്കിൽ നല്ല രസമായിരുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയത് ഈ വില്ലേജ് ഓഫീസറല്ലേ. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് നല്ലതെന്നല്ലേ പ്രമാണം? വേഗം പോയി കുടിച്ചിട്ട് വന്നാൽ കഴിക്കാൻ എടുത്തുതരാം. അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ പോയി കരം തീർത്ത രസീത് കൊടുക്കാൻ നോക്ക്. എനിക്ക് 10 മണിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. എന്താണ്? നല്ല ഒന്നാന്തര ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാൾ ഇഡ്ഡലി ഒന്നും കഴിക്കില്ല. മോഹനേട്ടൻ വേണമെങ്കിൽ വന്ന് കഴിക്കേ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ വില്ലേജ് ഓഫീസർ ചൂടാവുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു കാര്യത്തിൽ ഒബാമയും മമ്മൂട്ടിയും ധോണിയും ഒക്കെ മോഹനേട്ടനെ കണ്ടുപിടിക്കണം. വെറുതെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഏട്ടൻ ചെയ്യുന്നതാ ഇതൊക്കെ. സ്വത്ത് വീതം വെച്ചപ്പോ എനിക്കും ഏട്ടനും ഒരുപോലെ അച്ഛൻ ഭൂമി എഴുതി തന്നത്. പക്ഷെ അച്ഛൻ മരിച്ച അന്ന് മുതൽ ഏട്ടൻ എന്നെ ഉപദ്രവിച്ച് തുടങ്ങിയതാ. ഇതിപ്പോ വലിയ കേസൊന്നുമല്ല. ഇന്ദുലേഖയുടെ കടലാസുകളൊക്കെ കൃത്യമല്ലേ, പിന്നെന്ത് പേടിക്കാനാ? അതെനിക്കും അറിയാം സർ. പക്ഷെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ല. എനിക്ക് കേസും കോടതിയുമായി നടക്കാൻ എവിടെയാ നേരം?
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ, സത്യഭാമ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഇന്ദിരയെ കാത്തിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല വക്കീലെ, 11 മണിക്ക് മുമ്പ് മുനിസിപ്പൽ ഓഫീസിൽ ചെല്ലണം. ഞങ്ങളുടെ സൂപ്രണ്ട് ഒരു കടുംപിടുത്തക്കാരന്. ആ, അപ്പോ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കേ. എനിക്ക് അഡ്വക്കേറ്റ് വിശ്വനാഥനെ ഒന്ന് കാണണമായിരുന്നു. ആ, ഒരു നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇരിക്കും. എന്റെ സത്യഭാമേ, ഈ പൊല്ലാപ്പിൽ നിന്നൊന്ന് തലയൂരിയാ മതിയായിരുന്നു. മനുഷ്യന് മനസ്സമാധാനമല്ലേ വലുത്. എത്രയും പെട്ടെന്ന് ഈ കേസൊന്ന് തീർന്നു കിട്ടാൻ എന്താ വഴി? കേസാവുമ്പോ അതിന്റേതായ സമയം എടുക്കില്ലേ ഇതിലേക്ക്? നമുക്ക് വേറെ തിരക്കുണ്ട്, സമയമില്ല എന്നൊക്കെ കോടതി കയറി പറയാൻ പറ്റുമോ? ഈ പറയുന്ന ഭൂമിയുടെ കരം ഇന്ദുലേഖയല്ലേ അടയ്ക്കുന്നത്? അതെ, കഴിഞ്ഞ 4 കൊല്ലമായി കൃത്യമായി കര അടച്ചിട്ടുണ്ട്. ആധാരത്തിന്റെ ഒറിജിനൽ കയ്യിലുണ്ടല്ലോ. അപ്പോ നേരെ വില്ലേജ് ഓഫീസിൽ പോയി ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണം. കരപടച്ച രസീതും പൊസിഷൻ സർട്ടിഫിക്കറ്റും വെച്ച് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യണം. ഇന്ന് അപേക്ഷ കൊടുത്താൽ 3 ദിവസം പിടിക്കും പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അതുമായിട്ട് വന്നാ മതി. നാളെ രാവിലെ തന്നെ സകല സർട്ടിഫിക്കറ്റും കൊണ്ടുവരാം. അയ്യോ, നാളത്തേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതൊക്കെ എനിക്ക് വിട് വക്കീലേ. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഞങ്ങള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. എന്നോട് വലിയ കാര്യ കക്ഷിക്ക്. കാര്യമെന്ന് പറഞ്ഞ വക്കീലിന്റെ പുള്ളിക്കാരനെ പരിചയം കാണില്ല, പക്ഷെ പരിചയപ്പെടേണ്ട ആളാണ് കേട്ടോ. മാന്യൻ, സത്യസന്ധൻ, 1 രൂപ കൈക്കൂലി വാങ്ങില്ല. ഓഫീസിൽ ന്യായമായ ഒരു ആവശ്യവുമായി കയറി ചെല്ലുന്ന ഒരാളോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറുന്നറിയോ? ഇത്ര ചെറുപ്പത്തിലെ വില്ലേജ് ഓഫീസറായ ആളുകൾ കുറവായിരിക്കും. അത്രയ്ക്ക് ആത്മാർത്ഥതയാ ജോലിയിൽ. കണ്ട സുന്ദരൻ. സത്യം പറയല്ലോ, മോഹനകൃഷ്ണനെ കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സുന്ദരൻ, നല്ല വിദ്യാഭ്യാസം, ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും കക്ഷിക്കറിയാം, നല്ല ജോലി, ഒരു ഭർത്താവെന്ന് പറഞ്ഞാ ഇതിൽ കൂടുതൽ എന്ത് വേണം? എങ്കിൽ പിന്നെ കല്യാണം കഴിക്കരുതായിരുന്നു. എന്ത് ചെയ്യാനാ, പുള്ളിക്കാരൻ വേറെ കെട്ടിപ്പോയില്ലേ. ആ പെങ്കൊച്ചിന്റെ യോഗം. കഴിഞ്ഞ തവണ കരയടയ്ക്കാൻ ചെന്നപ്പോ ഞാൻ മോഹനകൃഷ്ണനോട് പറഞ്ഞു, അടുത്ത ജന്മത്തിലെങ്കിലും മോഹനകൃഷ്ണനെ പോലൊരു ഭർത്താവിനെ കിട്ടാനാ ഞാൻ പ്രാർത്ഥിക്കുന്നേന്ന്. ചെല്ലുന്നത് ഞാനാവുമ്പോ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ കിട്ടും. ഞാനൊരു ആവശ്യം പറഞ്ഞ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ പുള്ളിക്കാരന്? മോഹനേട്ടാ, ഒന്നിന്നേ. മോഹനേട്ടന് ഒരു ഇന്ദുലേഖ അറിയോ? അറിയാം. ഉയ്യാർത്ത് ചന്തുമേനോന്റെ നോവലിലെ നായികയല്ലേ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ മലയാളി പെൺകഥാപാത്രമാണ് ഇന്ദുലേഖ. ആ ഇന്ദുലേഖയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ഇന്ദുലേഖയുടെ കാര്യം അറിയുമെന്നാണ്. അറിയാം. ഇന്ദുലേഖ മോഹനേട്ടൻ ഒരുമിച്ച് പഠിച്ചാണോ? ഡിഗ്രിക്ക്. മോഹനേട്ടനെ കാണാൻ അവള് വില്ലേജ് ഓഫീസ് വരാറുണ്ടോ? എന്നെ കാണാനായിട്ട് വരാറില്ല, ചില ആവശ്യങ്ങൾക്കായിട്ട് വരാറുണ്ട്. അവക്ക് മോഹനേട്ടനോട് പ്രേമമാണോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. അവക്ക് മോഹനേട്ടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന്. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തന്നെ വേണോ അവക്ക് കല്യാണം കഴിക്കാൻ? അഹങ്കാരി. ഒബാമയുടെ ഭാര്യയും മമ്മൂട്ടിയുടെ ഭാര്യയും ധോണിയുടെ ഭാര്യയും ഒക്കെ നിന്നെ പറ്റി ഇതൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. അതൊക്കെ നമ്മൾ ധോണിയെ കണ്ട് പഠിക്കണം. കളിക്കളത്തിൽ ഇത്രയ്ക്ക് ക്ഷമയും നിയന്ത്രണമാണെങ്കിൽ വീട്ടിൽ അതിലും ഭേദമായിരിക്കില്ലേ? സാമ്പാറിൽ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞ് ഭാര്യ എന്തായാലും വരട്ടാൻ പോവില്ല. അതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ആരും കൊതിച്ചു പോകും. അതിനൊക്കെ ഒരു യോഗം വേണേ. മമ്മൂട്ടിയെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഇതെന്ത് ചോദ്യാ?
കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 80% പെണ്ണുങ്ങളും മമ്മൂട്ടി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു കാണും. അതിനുള്ള യോഗവും എനിക്കില്ലാതെ പോയി. അടുത്ത ജന്മത്തിലെങ്കിലും അതുപോലൊരു ഭർത്താവിനെ കിട്ടിയാൽ മതിയായിരുന്നു. അടി കൊടുത്ത് അടി മേടിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? ഞാൻ ഒബാമയെ പറ്റിയും മമ്മൂട്ടിയെ പറ്റിയും ധോണിയെ പറ്റിയൊക്കെ പറഞ്ഞത് വെറുതെ മോഹനയുടെ ദേഷ്യം പഠിപ്പിക്കാനോ? അത് സാധാരണ സാറിന് മുന്നിൽ വെച്ച മോഹനയുടെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത്? ഭർത്താവിനെ പറ്റി മറ്റൊരു സ്ത്രീ മോശമായി സംസാരിച്ചാൽ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പുകഴ്ത്തി പറയുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. പുകഴ്ത്തി പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? എന്റെ മുഖത്ത് നോക്കി അവള് പറയുക മോഹനകൃഷ്ണ സാറിനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടാകുകയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. ധോണിയെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നീ പറഞ്ഞില്ലേ? മമ്മൂട്ടിയുടെയും ഒബാമയുടെയും കാര്യവും നീ പറഞ്ഞു. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്ന് നീ പറഞ്ഞു. ഞാനതൊക്കെ വെറുതെ പറഞ്ഞതല്ലേ, പക്ഷെ ഇന്നലെ കാര്യമായിട്ടാ പറഞ്ഞത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാന്? എന്തായാലും ഞാൻ പറഞ്ഞിട്ടല്ല ഇന്ദുലേഖ അങ്ങനെ പറഞ്ഞത്. നാളെ പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അവള് വരുമ്പോ മോഹനേട്ടൻ വലിയ അടുപ്പൊന്നും കാണിക്കാൻ പോകണ്ട. സർട്ടിഫിക്കറ്റ് ഒക്കെ സ്വയംപ്രഭയും കാഞ്ചനെ കൂടി എഴുതിക്കോളും. മോഹനേട്ടൻ വെറുതെ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഇത്രയും പിടിവാശിക്കാരിയാ നീയാണ് രാവിലെ ലോകത്തുള്ള ആണുങ്ങളുടെ മുഴുവൻ കാര്യം പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറിയത്. എന്നെ കല്യാണം കഴിച്ചത് വലിയ അബദ്ധമായി പോയെന്നും പറഞ്ഞു. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്റെ മോഹനേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റിയതല്ലേ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ മോഹനേട്ടൻ ചൂടാവുന്ന കാണാനുള്ള രസം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അത്രയല്ലേ ഉള്ളൂ. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വേറെ പ്രസിഡന്റ് ഉണ്ടാവും, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേറെ ക്യാപ്റ്റനും ഉണ്ടാവും. പക്ഷെ എനിക്ക് ജീവിതകാലം മുഴുവൻ എന്റെ ഈ മോഹനേട്ടനല്ലേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റത് മുതൽ ധോണിയെയും മമ്മൂട്ടിയെയും ഒബാമയും ഒക്കെ പുകഴ്ത്തി മോഹനകൃഷ്ണന്റെ ക്ഷമ പരീക്ഷിച്ച സത്യഭാമ ഒടുവിൽ എത്ര നിസാര കാര്യത്തിലാണ് കളം മാറി ചവിട്ടിയതെന്ന് നോക്കുക. സ്നേഹത്തിന് ഇങ്ങനെയും ചില ദൗർബല്യങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.